ഹിമയ്ക്കൊപ്പം ചേർത്ത് വെച്ചൊരു പേരാണ് സുമിത്തിൻ്റേത്. ടിക്ടോക്ക് കാലം മുതൽക്കേ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ 2 പേരായിരുന്നു ഇവർ. സ്ക്രീൻ കെമിസ്ട്രി കൊണ്ട് മാത്രമല്ല, ഉള്ളിൽ തട്ടിയുള്ള 2 പേരുടെയും സ്നേഹം കണ്ടും ആരാധകർക്ക് ഇവരോട് പ്രത്യേകം ഇഷ്ടമുണ്ടായിരുന്നു. അനുരാജ് പ്രീണ ദമ്പതിമാരുടെ ചാനൽ സീരീസുകളിൽ വിവിധ കഥാപാത്രങ്ങളായി ഇവർ എത്തുമ്പോൾ നിറഞ്ഞ കയ്യടിയും പൊട്ടിച്ചിരിയുമാണ് പ്രേക്ഷകർ നൽകിയത്. എന്നാൽ ഏറെക്കാലമായി ഇരുവരും അകന്നു കഴിയുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇവർ പിരിഞ്ഞോ എന്നുള്ള ചോദ്യം കഴിഞ്ഞ 3 വർഷത്തിലേറെയായി ചോദിക്കുന്നുണ്ട്. എങ്കിലും വ്യക്തമായ മറുപടികൾ എവിടെയും ഇരുവരും നൽകിയിട്ടില്ല. ഇടയ്ക്കെപ്പോഴോ സുമിത്തേട്ടൻ എവിടെ എന്ന ചോദ്യത്തിന് കൊടുങ്ങല്ലൂരുണ്ട് എന്ന മറുപടി ഹിമ നൽകി. മിനി സ്ക്രീനിലെ റിയാലിറ്റി ഷോ വഴിയും ഫെയിമായ ഇവർ ബിഗ് സ്ക്രീനിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ. ഗൾഫിലെ ജോലി രാജിവെച്ചാണ് സുമിത്തും തൻ്റെ പാഷന് പിന്നാലെ സഞ്ചരിക്കുന്നത്. നിരവധി ചിത്രങ്ങളിൽ സുമിത്ത് ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു. നിരവധി ഷോർട്ട് ഫിലിമുകളുടെയും ഭാഗമാണ് സുമിത്ത്. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ സുമിത്തിൻ്റെ ഓരോ പോസ്റ്റുകളും ശ്രദ്ധേയമാണ്. അടുത്തിടെ മോഡലും നർത്തകിയുമായ ആമിക്കൊപ്പം പങ്കിട്ട ചിത്രങ്ങൾ ഏറെ ചർച്ചയായിരുന്നു. എന്നാൽ തങ്ങൾക്കെതിരെ വരുന്ന ഗോസിപ്പുകളോട് എവിടെയും ഇരുവരും പ്രതികരിക്കാറില്ല. ഈ അടുത്താണ് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ഹിമ മറുപടി നൽകിയത്. എങ്ങനെയാണ് മോശം അവസ്ഥകൾ അല്ലെങ്കിൽ മോശം കമൻറ്റുകളെ അതിജീവിക്കുന്നത് എന്ന ഒരു ചോദ്യമായിരുന്നു ചിലർക്കുണ്ടായിരുന്നത്. നിങ്ങളുടെ പോസ്റ്റിലും വീഡിയോയിലും വരുന്ന മോശമായ കാര്യങ്ങളെ നിങ്ങൾ മാനസികമായി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നായിരുന്നു ഒരു ചോദ്യം. ഒപ്പം ഈ വീഡിയോ പ്രൊഡക്ഷനും സോഷ്യൽ മീഡിയ ലൈഫും അല്ലാതെ എന്ത് ജോലിയാണ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന് ഹിമ നൽകിയ മറുപടി ഇങ്ങനെയാണ്: ചില കാര്യങ്ങൾ ഞാൻ അവഗണിക്കും, ചിലത് മാനസികമായി അല്പം അസ്വസ്ഥതയുണ്ടാക്കും. പക്ഷെ അതിൽ തന്നെ ഞാൻ ഇരിക്കില്ല, വേദനിക്കില്ല. ഞാൻ കൂടുതൽ ശക്തയായി തിരിച്ചു വരും. പഴയ അവസ്ഥയിലേക്ക് മടങ്ങാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കുമെന്ന് മാത്രം. ആ ദിവസങ്ങൾ ഞാൻ എൻ്റെ മുറിയിൽ തന്നെ ഇരിക്കും, എന്നിട്ട് സ്വയം അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തും. കുറച്ച് കരഞ്ഞാലും പൂർണ്ണ ശക്തിയായി തിരികെ വരുമെന്നും ഹിമ പറയുന്നു. ഇൻഫ്ലുവൻസർ എന്നതിലുപരി വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ജോലിയും ചെയ്യുന്നുണ്ടെന്നാണ് ഹിമ പറഞ്ഞത്. എന്നാൽ സ്ഥിര നിയമനമാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല.